അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എറണാകുളം ജില്ലയുടെ ആഭിമുഖ്യത്തിൽ സമാധാനം കൊതിക്കുന്ന ലോകമെന്ന പ്രമേയത്തിൽ ഹിരോഷിമ നാഗസാക്കി അനുസ്മരണവും പീസ് ടോക്കും സംഘടിപ്പിച്ചു. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എറണാകുളം ജില്ലയുടെ ആഭിമുഖ്യത്തിൽ സമാധാനം കൊതിക്കുന്ന ലോകമെന്ന പ്രമേയത്തിൽ ഹിരോഷിമ നാഗസാക്കി അനുസ്മരണവും പീസ് ടോക്കും എറണാകുളം YMCA ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസി മുഖ്യപ്രഭാഷണം നടത്തി. ലോകം യുദ്ധമുനമ്പിലാണെന്നും യുദ്ധത്തിന്റെ ഭീകരതയിൽ ലക്ഷക്കണക്കിന് ആളുകൾ നിരാലംബരാകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നഗരങ്ങൾ പുനർനിർമ്മിക്കാനാകുമെങ്കിലും യുദ്ധത്തിൽ തകർന്ന മനസ്സുകളെ തിരിച്ചു കൊണ്ടുവരാനാകില്ല എന്നും പരസ്പരം സ്നേഹിക്കുന്ന ഒരു ലോകം കെട്ടിപ്പടുക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. EH നജീബ് വിഷയാവതരണം നടത്തി. നീതി നിഷേധവും വൻ ശക്തികളുടെ കടന്നുകയറ്റവുമാണ് സംഘർഷങ്ങളുടെ പ്രധാന കാരണമെന്നും മനുഷ്യരാശി സ്വയം നാശത്തിലേക്ക് നീങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തീവ്രവാദ പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും മതത്തിൽ ബലാത്കാരമില്ല എന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു. വംശഹത്യ ലക്ഷ്യമാക്കിയുള്ള യുദ്ധവും സാമ്പത്തിക ലക്ഷ്യത്തോടുള്ള യുദ്ധവും അധാർമികമാണെന്ന് സാഹിത്യകാരൻ MV ബെന്നി പറഞ്ഞു. യുദ്ധത്തെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ ജനങ്ങൾ വോട്ടവകാശം വിനിയോഗിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യുദ്ധവും സംഘർഷങ്ങളും മനുഷ്യന്റെ വികല മനസ്സിൽ നിന്നാണ് ഉടലെടുക്കുന്നതെന്നും കോപം, അഹങ്കാരം, അനാദരവ് എന്നിവ ഒഴിവാക്കി അഹിംസയും പരസ്പര സ്നേഹവും വളർത്തണമെന്നും ജസ്റ്റിസ് PS ഗോപിനാഥ് പറഞ്ഞു. അദ്വൈത പ്രചാര സഭ പ്രസിഡന്റ് ബാബുരാജ്, AICC ന്യൂനപക്ഷ വിഭാഗം ദേശീയ വൈസ് ചെയർമാൻ ഇക്ബാൽ വലിയ വീട്ടിൽ എന്നിവരും സംസാരിച്ചു. ജില്ലാ അമീർ TK അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ജീവിക്കുന്ന ആളുകൾ ആ അതിർത്തി കെട്ടിയിരിക്കുന്നത് ഒരു പദാർത്ഥമായിട്ടല്ല, ആളുകളുടെ മനസ്സുകളിലാണ്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ആലോചിച്ച് വിഷണ്ണരായി നിൽക്കുന്ന സമയത്ത് അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും പ്രശസ്തിയുടെയും തങ്ങളുടെ ലോകം തുറന്നുകൊടുത്തു. ഒരിക്കൽ സ്വപ്നം മാത്രമായിരുന്ന സൗകര്യങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമായി. ഭൂമിയെ കൂടുതൽ മനോഹര ലോകമാക്കി മാറ്റാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞു. ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ മനുഷ്യൻ നേടിയ പുരോഗതിയെ ഏതാനും ദിവസങ്ങളിൽ കൈവരിക്കാൻ ശാസ്ത്രം സഹായിച്ചപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പോലും നശിപ്പിക്കാൻ സാധ്യമാകാത്ത ഈ ഭൂമിയെ തകർന്ന് തോറ്റ് നമ്മുടെ മുന്നിൽ ദയക്ക് വേണ്ടി നിൽക്കുന്ന സന്ദർഭമാണ്. ഈ ദയക്ക് വേണ്ടി ആളുകൾ നിൽക്കുന്ന സന്ദർഭത്തിൽ വിജയി കാണിക്കേണ്ട ഒരു ഔദാര്യവും മര്യാദയുമുണ്ട്. അത് കാണിക്കേണ്ട സന്ദർഭമാണ് നമുക്ക്. പക്ഷെ അതിനല്ല അമേരിക്കൻ ഗവൺമെൻറ് അന്ന് തീരുമാനിച്ചത് ഇവിടെ രണ്ടാണ് ബോംബിടാൻ വേണ്ടിയാണ്. ആ ഒറ്റ കാര്യം പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാടി വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ട മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി.